മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ നെവിൻ ജിസേലിനെതിരെ തിരിഞ്ഞോ അനുവിൻ്റെ കൂടെ കൂടിയോ എന്നൊക്കെ ഒരു സംശയമാണ് എല്ലാവർക്കും. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ അക്ബർ, ശരത്ത്, ബിന്നി എല്ലാവരും കൂടി. ഇങ്ങനൊരു സംശയം ഉണ്ടാകാൻ കാരണം രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കാർഡ് കൊടുത്തിരുന്നു. നമ്മുടെ നെവിൻ ആണല്ലോ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ നെവിൻ സ്റ്റോർ റൂമിൽ വെച്ച് തന്നെ ആ ടാസ്ക് കാർഡ് വായിച്ചതിന് ശേഷം നേരെ ബെഡ്റൂമിൽ വന്ന് ജിസേലിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതിയത് ജിസേലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ജിസേലിന് എന്തെങ്കിലും ഗിഫ്റ്റ് വന്നതോ അല്ലെങ്കിൽ കോഫി പൗഡർ വന്നതോ ആയിരിക്കും. കാരണം അത്രയും ഹാപ്പി ആയിട്ട് വന്നാണ് നമ്മുടെ നെവിൻ ജിസേലിനെ വിളിക്കുന്നത്. നെവിൻ വിളിക്കുന്നത് കണ്ടിട്ട് ജിസേലും വിചാരിച്ചു ജിസേലിന് എന്തോ സാധനം വന്നെന്ന്. നെവീൻ അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് ഹാളിൽ നിർത്തുന്നു. എല്ലാവരും കരുതിയത് ജിസേലിന് എന്തോ ഗിഫ്റ്റ് വന്നത് കൊടുക്കാനാണെന്നാണ്. ജിസേലിനെയും ഒപ്പം തന്നെ നിർത്തുന്നു. എന്നിട്ടാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു: ഓണത്തിന് ബന്ധപ്പെട്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനുമോളെയാണ്. അനുമോൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് എന്ത് വിഭവം വേണമെങ്കിലും ഇന്നുണ്ടാക്കാമെന്ന്. അനുമോൾക്ക് വേണ്ടിയുള്ള ടാസ്ക് ലെറ്റർ ആണെന്ന് നെവീന് സ്റ്റോർ റൂമിൽ വെച്ച് തന്നെ മനസ്സിലായതാണ്. പിന്നെ എന്തിനാണ് നെവിൻ ജിസേലിനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ നിർത്തിയതെന്നാണ് ഇപ്പോൾ അക്ബർ ചോദിക്കുന്നത്. നെവിൻ മനഃപൂർവ്വം ജിസേലിനെ അപമാനിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതെന്നാണ് അക്ബറും ശരത്തും ബിന്നിയും പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഏറ്റവും ഭംഗിയുള്ള പല്ലാരുടെയാണെന്ന്. എല്ലാ കാര്യത്തിനും നെവിൻ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ആദ്യമായിട്ട് ജിസേലിൻ്റെ പേര് പറയാതെ ബിന്നിയുടെ പേര് പറഞ്ഞു. ആ ഒരു കാര്യത്തിലും എല്ലാവർക്കും ഒരു സംശയം തോന്നിയിരുന്നു. കൂടാതെ ഇപ്പോൾ നെവിൻ പഴയതുപോലെ നമ്മുടെ ജിസേലിനോട് സംസാരിക്കുന്നില്ല. അത് ജിസേലും നെവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇപ്പോൾ എന്നോട് മിണ്ടാത്തത്, പിണക്കമാണോ എന്നൊക്കെ. അതിന് നെവിൻ ജിസേലിനോട് പറഞ്ഞത്, നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ, സാബുമാനെ പോരെ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തതെന്ന്. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല ജിസേലുമായിട്ട് നെവിൻ മിണ്ടാത്തത്. അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ടിനെ കുറിച്ച് നെവീനും ഒരു ഹിന്റ് ലഭിച്ചു. അതാണ് ഇപ്പോൾ നെവിൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇവർ മൂന്നുപേരും പറയുന്നത്. പക്ഷെ നെവിൻ എന്ത് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയുന്നില്ല. പക്ഷെ ക്യാപ്റ്റൻ ആയതിൽ പിന്നെ നെവിൻ്റെ ക്യാരക്ടറിന് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ നെവിൻ വാക്ക്ഡ് ഔട്ടായി പുറത്തു പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പുതിയ ഗെയിം പ്ലാനുകളായിട്ടാണ് വന്നതെന്ന് നെവിൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഇത് നെവിൻ്റെ പുതിയ ഗെയിം പ്ലാനുകളായിരിക്കാം. ഗ്രൂപ്പിസം നിർത്തി ഒറ്റയ്ക്ക് കളിക്കാൻ നെവിൻ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ആവാം ഇത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.